റോസ് ചെടികൾക്ക് ഇട്ടിരുന്ന മുട്ടത്തൊണ്ടിൻ്റെ വളം വലിച്ചോ എന്നറിയണ്ടേ? അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് ആട്ടോ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. മുന്നേ ഇട്ടിരുന്ന വീഡിയോയ്ക്കകത്ത് നമ്മൾ മുട്ടത്തൊണ്ട് പൊടിച്ച് എല്ലാ റോസ് ചെടികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നതായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ മുട്ടത്തൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് കാൽഷ്യവും അതിൻ്റെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനും സെൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ് നമ്മൾ ഈ മുട്ടത്തൊണ്ട് യൂസ് ചെയ്യുന്നത്. ഒരു പരിധി വരെ ഈ ഒച്ചു പോലെയുള്ള കീടങ്ങളെയൊക്കെ ഈ മുട്ടത്തൊണ്ട് തന്നെ തടയുന്നുണ്ട് കേട്ടോ. ഈ ഒരു റോസ് നോക്കി അറിയാം, നമ്മൾ യെല്ലോ റോസ് വന്ന ആ റോസിൻ്റെ ചെടിയാണിത്. അത് ഈ ഒരു വീഡിയോയും മറ്റേ വീഡിയോയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തോരം ഗ്രോത്ത് ഉണ്ടെന്നറിയാം. പിന്നെ ഈ നമ്മൾ 10 മണിക്കൊക്കെ ഒഴിക്കുന്ന വളം എന്താണെന്ന് ചോദിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. അവരോട് പറയാനുള്ള, നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഉള്ളിയുടെ തൊലി പീൽ ചെയ്ത് അത് ഒരു 24 hours വെള്ളത്തിലിട്ട് വെച്ച് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക്, പൂച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഒന്ന് ഷോപ്പിൽ പോയപ്പോൾ 2-3 വളങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഈ റോസ് കളറിൽ കാണുന്നതാണ് NPK. നമ്മൾ നാട്ടിൻപുറത്തുകാർ 19 എന്നറിയപ്പെടും. ഇതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന ഈ കുരു പോലെ ഇരിക്കുന്നത് DAP എന്ന് പറയാം, ഡയമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇത് നമ്മൾ റോസ് ചെടികൾക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. NPK നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇലച്ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ 10 മണിക്കുമാണ്. ഈ നമ്മുടെ ഉള്ളിത്തൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കെമിക്കൽ പരമായിട്ടാണ് നമ്മൾ NPK മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഓണിയൻ പീൽഡ് വാട്ടറിലുള്ളതും ഈ പറഞ്ഞ നമ്മുടെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് തന്നെയാണ് കേട്ടോ. അതിന് നമ്മൾ കുറച്ചുകൂടെ കടയിൽ നിന്നൊക്കെ നമുക്ക് ഫെർട്ടിലൈസറായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ് ഈ NPK. ഇത് ഞാൻ ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും, കൂടുതൽ പൂച്ചെടികൾക്കാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കാറുള്ളത്.